പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് കുറച്ച് റോസ് ചെടിയും കുറച്ച് മറ്റ് ചെടികളെ പറ്റിയാണെന്ന് പറയാൻ പോകുന്നത് കേട്ടോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക കേട്ടോ. നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ അടിയിലുള്ള ബെല്ലൈക്കണൊന്ന് അമർത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ഇടുന്ന എല്ലാ വീഡിയോയും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ആദ്യമായിട്ട് കാണുന്ന എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ, മറന്നു പോകരുത്. വീഡിയോ കാണുമ്പോൾ തന്നെയാണ് സബ്സ്ക്രൈബ് ചെയ്താൽ മതി. നിങ്ങൾ വീഡിയോ കണ്ട് തീർന്നിട്ട് ചെയ്യാൻ വിചാരിച്ചാൽ നമ്മൾ പിന്നെ മറന്നു പോകും. അപ്പോൾ ഇവിടെ നമ്മൾ റോസ് ഉണ്ട് കേട്ടോ. റോസ് ഒരു ചെറിയൊരു തൈ ആയതാണ്. ഇത് ഫസ്റ്റ് തന്നെ അതിന് മൊട്ട് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ റോസ് നല്ല ഒരുപാട് പൂക്കളുണ്ട് കേട്ടോ. ഒരു നമ്മൾ 1 2 3 4 5 6 7 8 9 ഒരു 10-15 മൊട്ടുകൾ ഈ റോസും വേണ്ട കേട്ടോ. അത് നമ്മൾ അടുത്തുണ്ടാക്കിയതാണിത്. നല്ല ഉഷാറായിട്ട് വളരുന്നുണ്ട്. ചെറിയ ഇലയാണ് കേട്ടോ, ചെറിയ കൊമ്പും. വലിയ വണ്ണമുള്ള കൊമ്പുകളൊന്നും അല്ല ഇതിന് വരുന്നത്. അപ്പോൾ നമ്മളിത് ആദ്യം ഒരു പൂവ്, ചെറിയൊരു പൂവുണ്ടായിരുന്നു. നമ്മൾ പ്രൂൺ ചെയ്തിട്ട് കട്ട് ചെയ്ത് മാറ്റിയപ്പോൾ പിന്നെ അടിയിൽ നിന്ന് വേറെ തൈകൾ കൊമ്പുകളൊക്കെ വന്നത് കുറച്ചുകൂടി വണ്ണമുള്ള കൊമ്പുകളായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഈ റോസ് പൂവിട്ട് കഴിഞ്ഞാൽ പൂവ് വിരിഞ്ഞ് കഴിഞ്ഞപ്പോൾ തന്നെ നമ്മൾ ആ ഒരു കമ്പ് ഫുള്ളായിട്ട് മുറിച്ച് മാറ്റി കൊടുക്കണം. എന്നാലേ പിന്നെ അടുത്ത പൂക്കൾ വരുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ആ പൂക്കൾ പിന്നെ ഉണങ്ങി വേറെ ആ കൊമ്പ് പറ്റ ക്ഷയിച്ചെങ്കിലേ വേറെ ഒരു കൊമ്പ് ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ റോസ് നമ്മൾ ഇതുപോലെ തന്നെ ഇതുണ്ടെങ്കിലൊക്കെ കട്ട് ചെയ്ത് മാറ്റി കൊടുക്കണം. എന്നെങ്കിലേ പുതിയ തണ്ടുകളായ്മ ഉണ്ടാവുള്ളൂ. ഇതിപ്പോൾ ഇന്നലെ ഞാൻ നട്ടതാണ് കേട്ടോ. ഇത് ഒരു പുല്ലാണ്. ഇത് നല്ല ഭംഗിയായിക്കാരം ഇതിൽ ഈ ചട്ടിയിൽ ഇങ്ങനെ നിറയെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ കേട്ടോ. ഈ ചട്ടി ഫുള്ളായിട്ട് ഇങ്ങോട്ട് തിക്കായിട്ടുണ്ടാവുന്നത്. അപ്പോൾ ഇതൊരു വലിയ ചട്ടിയിൽ നടാനുള്ള കാരണം തന്നെ ഇത് തിക്കായിട്ടുണ്ടായാൽ പിന്നെ നമുക്ക് കാണാൻ ഒരു നല്ല ഭംഗിയായിക്കാരം കേട്ടോ. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്. ഇത് ഉറുമാമ്പഴത്തിൻ്റെ തൈയാണ് കേട്ടോ. ഒരു തൈയാണ് ഉണ്ടായത്. ഒരു വിത്ത് ഒന്ന് സാമ്പിളിൽ നിന്ന് ഇതാക്കിയത്. അത് പെട്ടെന്ന് മുളച്ച് അതൊരു തൈ ആയിട്ടുണ്ട്. പിന്നെ കുറച്ചുകൂടി വലുതായാലും നമുക്ക് മാറ്റി നടണം. അപ്പോൾ അതിവിടെ ഈ ചെടീൻ്റെ കൂട്ടത്തിൽ തന്നെ വെച്ചാണ്. നമ്മൾ തൈ നടണമൊക്കെ മറ്റു ഭാഗത്താണ് വെക്കാറ്. പക്ഷേ ഇത് അവിടെ നിന്ന് തന്നെ നട്ടത്. അപ്പോൾ അവിടെ ഇരുന്നോട്ടെ എന്ന് കരുതി. പിന്നെ ഇവിടെയൊക്കെ ചെടികൾ നല്ല ഉഷാറായിട്ടുണ്ടാവുന്നുണ്ട് കേട്ടോ. ചെടിക്കൊക്കെ നമ്മളിപ്പോൾ കഴിഞ്ഞ ആഴ്ച ഒന്ന് വളം ചെയ്തതാണ്. അപ്പോൾ ഇനി പ്രത്യേകിച്ച് വളം ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ ഒരാഴ്ചയിൽ ഒരു പ്രാവശ്യമാണ് നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന വളം തന്നെ ചെയ്ത് കൊടുക്കണം കേട്ടോ. പിന്നെ അത് കണ്ടില്ല, ഇവിടെ ഈ തെച്ചിയൊക്കെ നല്ല പൂക്കളുണ്ടാകുന്നുണ്ട്. ഇവിടെ നിറയെ പൂക്കളാണ് കേട്ടോ ഈ തെച്ചിക്ക്. എല്ലാ ചെടികളും നല്ല പൂവിടുന്നുണ്ട്. ഇതൊക്കെ നമുക്ക് കട്ട് ചെയ്ത് മാറ്റാനായിട്ടുണ്ട്. കട്ട് ചെയ്തെങ്കിലേ വേറെ പൂക്കൾ വരുള്ളൂ. അപ്പോൾ നമ്മൾ പൂ ഇങ്ങനെ വിരിഞ്ഞ് ഇതാവണതിൻ്റെ മുന്നേ തന്നെ നമ്മൾ ഈ പൂക്കളൊക്കെ ഇങ്ങനെ കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ വേറെ പുതിയ പൂക്കളുണ്ടാകാൻ അത് സഹായിക്കും കേട്ടോ. നമ്മളെപ്പോഴും ഈ പൂവുണ്ടായിരുന്ന ചെടി നമ്മൾ ഇങ്ങനെ അതിൻ്റെ കമ്പുകൾ വെട്ടി കൊടുക്കണം. എന്നാലാണ് പിന്നെ വേറെ പുതിയ ഇത് തണ്ടുകൾ അതിലുണ്ടാവുള്ളൂ, പൂക്കളും ഉണ്ടാവുള്ളൂ. ഇവിടെയൊക്കെ ഓർക്കിഡ് പിന്നെ ടർട്ടിൽ വൈന് നല്ല ഇതിൻ്റെ ഇടയിൽ ഞാനിപ്പോൾ ഇളക്കണില്ല കേട്ടോ. അതിൻ്റെ ഉള്ളിലൊരു കിളി കൂടിട്ടുള്ള ഒരുക്കത്തിലാണ് കമ്പുകളൊക്കെ കൊടുന്ന് വെക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഇത് തട്ടിയിട്ട് പിന്നെ അറ്റുള്ള അവിടെ നിന്നൊരു ശല്യമായിട്ടുണ്ടെങ്കിൽ പിന്നെ അറ്റുള്ള കൂട് കൂട്ടാതെ പോകും. അപ്പോൾ അത് കൂട് കൂട്ടി വിരിഞ്ഞ് പോയിക്കോട്ടെ. അതേമാതിരി തന്നെ ഈ ചെടിയിലൊക്കെ കിളികൾ കൂട് കൂട്ടുന്നുണ്ട് കേട്ടോ. ആ മൂലയിലുള്ള ഇലമ്മൽ ചെടി കൂട് കൂട്ടുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആ ഭാഗത്തേക്ക് പോകുന്നില്ല. അവിടെ ഒരു കൂടുണ്ട്. ഞാൻ മുട്ടയിട്ടെങ്കിൽ നമുക്ക് മുട്ടയിട്ട് ഒരു കുട്ടികൾ വിരിഞ്ഞാൽ പിന്നെ നമ്മളവിടെ ചെന്നാലും ഒറ്റയുള്ള പോകില്ല കേട്ടോ. അതായത് മുട്ടയിട്ട് ആ സമയത്താണ് നമ്മൾ ശല്യം ചെയ്യുന്നത്. ഞാൻ മുട്ട ഒറ്റകളും ഉപേക്ഷിച്ച് പോവുക ചെയ്യുക. അപ്പോൾ നമ്മൾ ഓരോരോ പ്രശ്നമില്ലാതെ നമ്മൾ മുട്ട വിരിയോളം നമ്മൾ ആ ഭാഗത്തേക്ക് ചെല്ലരുത്. മുട്ട വിരിഞ്ഞാൽ പിന്നെ നമുക്ക് എന്നും ചെന്ന് കണ്ട് കുട്ടികളെ കാണുക, പിന്നെ തീറ്റ കൊടുക്കണമൊക്കെ വീഡിയോ ഒക്കെ എടുക്കുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ അത് ഉപേക്ഷിച്ച് പോകില്ല. മുട്ട വിരിയണതിൻ്റെ മുന്നേ ആണ് അവർ പിന്നെ ആ കൂടെ ഉപേക്ഷിച്ച് പോകും. അപ്പോൾ ആ ഭാഗത്തേക്ക് നമ്മളാണ്ട് വല്ലാതെ പോകുന്നില്ല.
അവിടെ പെൻസിൽ പാമ്പുണ്ട് കേട്ടോ. നമ്മളീ വെണ്ടക്കൻ്റെ അതൊക്കെ കഴിഞ്ഞിട്ടോ, വെണ്ടക്ക ഒക്കെ പറ്റ പോയിട്ടുണ്ട്. അതേമാതിരി പിന്നെ അതിൻ്റെ കായ കഴിഞ്ഞ് സമയം കഴിഞ്ഞ്, അതുകൊണ്ടാണ് ആ വെണ്ടക്കകളൊക്കെ ഇതായത്, പിന്നെ ഇത്ര ശ്വസിച്ച് നിൽക്കുന്നത്. പിന്നെ ഇവിടെ തക്കാളി പഴുക്കാൻ തുടങ്ങിട്ടോ. ഇത് മണിത്തക്കാളിയാണ്, ചെറിയ തക്കാളിയാണ് കേട്ടോ. അത് പഴുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ നമ്മളടുത്ത് വലിയ തക്കാളി ഉണ്ട്, അതിവിടെ ഇങ്ങനെ ഇതായി വരുന്നുണ്ട്. ഈ ഭാഗത്തൊക്കെ തക്കാളി പിടിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഇവിടെ ജർജീറാണുള്ളത്, അതും ഉഷാറായിട്ടുണ്ടാവുന്നുണ്ട്. പിന്നെ ഇവിടെ കുറച്ച് വെണ്ടക്ക ഉണ്ടായിരുന്നു കേട്ടോ. വെണ്ടക്ക നമ്മളൊക്കെ പാവി പിന്നെ മുളപ്പിച്ചിട്ടുണ്ട്. ഇവിടെയൊക്കെ പിന്നെ ഇത് നമ്മൾ പാവിയതാണ് കേട്ടോ. ഈ ഇവിടെ കയ്പൊക്കെ പിന്നെ ഒന്ന് മുളച്ച് വരുന്നുണ്ട്. ഇത് വേണ്ട, അത് കയ്പൊക്കെയാണ്. ഇതിലും കയ്പൊക്കെ മുളക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇതൊക്കെ പിന്നെ ഏകദേശമൊക്കെ മുളക്കുന്നുണ്ട്. മുളക്കാത്ത വിത്തുകളൊന്നുമല്ല നമ്മുടെ അടുത്തുള്ള, എല്ലാം ഫുള്ളായിട്ട് മുളക്കണ വിത്തുകൾ തന്നെയാണ് ഉള്ളത്. അതേമാതിരി ഈ വെണ്ടക്കൊക്കെ അതിൻ്റെയൊക്കെ പ്രായപരിധി കഴിഞ്ഞിട്ടോ, അതിൻ്റെ കായ്ക്കണ പരിധി കഴിഞ്ഞു. ഇതൊന്നൊരു 8 വെണ്ടയ്ക്കാണ് നമ്മൾ അറുത്തത് കേട്ടോ. നമ്മൾ പറിച്ചിട്ടുള്ളത് 8 വെണ്ടയ്ക്കാണ്. പിന്നെ ഈ കയ്പൊക്കെ ഇവിടെ ഇത് ഉണ്ടാവുന്നുണ്ട് കേട്ടോ. ഇതുണ്ട്, അതൊക്കെ കയ്പൊക്കെ പിന്നെ കായ ഉണ്ടാകുന്നുണ്ട്. ഇത് ഇതിൻ്റെ അപ്പുറത്ത് വേറെ ഉള്ള ഇത് അവിടെയൊക്കെ കായ്ക്കണുള്ളൂ കേട്ടോ. ഇത് വല്ലാതെ കായ്ക്കാത്തൊരു ഇതാണ്. ഇവിടെ തെങ്ങൻ തൈ വെച്ചിട്ടുണ്ട്. തെങ്ങൻ തൈ എല്ലാം ഉഷാറായിട്ട് ഉണ്ടാവുന്നുണ്ട്. തെങ്ങൻ തൈയും പിന്നെ അതുമാതിരി തന്നെ ഇവിടെ റോസ്. ഇവിടെയൊക്കെ പിന്നെ പച്ചക്കറികളാണ് കേട്ടോ. ഇന്ന് കുറച്ച് പച്ചക്കറി നമ്മൾ നട്ടിട്ടുണ്ട്. പിന്നെ വെണ്ടക്ക നട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ വഴുതനങ്ങ, പയർ, ഇങ്ങനെ കുറച്ച് നമ്മൾക്ക് വീട്ടിലേക്ക് ആവശ്യത്തിന് കൂടുതലൊന്നും ഉണ്ടാക്കണമല്ലോ. നമ്മളെ ആവശ്യത്തിനുള്ള പച്ചക്കറികളാണ് നമ്മൾ നടുന്നത്. ഇതുകൊണ്ട് ഇവിടെ വെണ്ടക്ക നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. വെണ്ടക്ക ഇവിടെ പൂച്ചകളാട്ടോ. നമ്മൾ വേസ്റ്റ് ഇട്ട് കൊടുത്താൽ അത് പൂച്ചകൾ ഇങ്ങനെ വന്ന് കഴിക്കും. പിന്നെ പൂച്ചയ്ക്ക് ഒരു കുട്ടിയുണ്ട്, അതിന് 3 കുട്ടികളുണ്ടായിരുന്നു. ഒന്നായി വേറൊരു പൂച്ച, ഒരു ആൺപൂച്ച വന്ന് കടിച്ച് കൊന്നു. ഇതിനും 3 കുട്ടികളുണ്ടായിരുന്നു. അതിൻ്റെ കുട്ടികളിപ്പോൾ കാണുന്നില്ല. ഈ പൂച്ചകൾ കുട്ടികളുണ്ടായിട്ടുണ്ടെങ്കിൽ അവർ തമ്മിൽ കടിച്ച് കൊല്ലുന്നൊരു പ്രവണത ഉണ്ട്. അപ്പോൾ നമ്മൾ പൂച്ചക്കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ വലിയ പൂച്ചകളെ മാറ്റി നിർത്താൻ ശ്രമിക്കുക കേട്ടോ. ഇതുണ്ട് ഇവിടെ ഇത് പിന്നെ ഒരു മഞ്ഞ മത്തനുണ്ട്, പയറുണ്ട്. അതുപോലെ തന്നെ നമ്മളിവിടെ പിന്നെ വഴുതനങ്ങ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ ഇന്ന് പിന്നെ പറിച്ച് നട്ട പിന്നെ ഇതാണ്. നമ്മൾ ഗ്ലാസ്സിൽ തൈ പിന്നെ നട്ടിരുന്നല്ലോ. ഇത് വെണ്ടയ്ക്കയാണ് കേട്ടോ. വെണ്ടയ്ക്ക നമ്മളിവിടെ ഒരു 7 വെണ്ടയ്ക്ക ഇവിടെ നട്ടിട്ടുണ്ട്. ഒരു വീട്ടിലേക്ക് ഒരു 7 വെണ്ട എന്ന് പറഞ്ഞാൽ അത് നല്ല ഒരു വീട്ടിലേക്ക് ആവശ്യത്തിന് 7 വെണ്ടയ്ക്ക മതിയാവും കേട്ടോ. 7 വെണ്ട മരം ഉണ്ടാകും മതി. പിന്നെ ഇവിടെ ചിരങ്ങ 1 നട്ടിട്ടുള്ളൂ. നമ്മളെ അടുത്ത് അവിടെ ചിരങ്ങ ഉണ്ട്, പിന്നെ തൈകളുണ്ട്. പക്ഷേ ഇവിടെ ഇപ്പോൾ ഇതിൽ ഇത്ര കൊള്ളുള്ള ഒരു ചിരങ്ങയും ബാക്കി വേണം. നമ്മൾ വെണ്ടയ്ക്കയാണ് ഇവിടെ നട്ടിട്ടുള്ളത്. പിന്നെ അത് കണ്ടില്ലേ, കറിവേപ്പ് മരം, ഇതൊരു തൈയാണ് കേട്ടോ. അപ്പോൾ ഈ തൈ നമ്മളിങ്ങനെ കുറച്ചുകൂടി പിന്നെ ഒരടിയും കൂടി ഇങ്ങനെ പൊങ്ങിയിട്ടുണ്ടെങ്കിൽ നമ്മളതിൻ്റെ തലം കട്ട് ചെയ്ത് കൊടുക്കും കേട്ടോ. കട്ട് ചെയ്ത് കൊടുത്തിട്ട് വല്ലാതെ പൊന്താതെ വളരാനാണ് നമ്മളതിനെ അനുവദിക്കുള്ളൂ. വലിയൊരു കറിവേപ്പില ആയിട്ടുണ്ടെങ്കിൽ നമുക്കത് ഒന്ന് ഇലകളൊക്കെ എടുക്കാൻ വലിയ ബുദ്ധിമുട്ടാകും. ഇത് കണ്ടില്ല, ഇതൊക്കെ നമ്മൾ ഇങ്ങനെ കട്ട് ചെയ്ത് കണ്ടോ, ഓരോ കട്ട് ചെയ്ത് അപ്പോൾ വേറെ തൂമ്പ് വരും, അത് കട്ട് ചെയ്യും. അങ്ങനെ കട്ട് ചെയ്ത് നമ്മൾ ഇവിടുന്ന് തുടങ്ങിയ കട്ടിങ്ങാണ് കേട്ടോ. ഇതിങ്ങനെ വളരാനയക്കരുത്. വലിയ മരമായിട്ട് നമ്മൾ മരത്തിൻ്റെ മുകളിൽ കുറേ ഇല ഉണ്ടായതുകൊണ്ട് കാര്യമില്ല. നമുക്ക് സ്ത്രീകൾക്കൊക്കെ എടുക്കാൻ പറ്റുന്ന രീതിയിൽ അത്ര പൊങ്ങാനയക്കാൻ പാടുള്ളൂ. അല്ലാതെ കുറേ വലുതായിട്ട് നമ്മൾ ഇതിനകത്തുണ്ടാക്കിയതുകൊണ്ട് കരുമരം കൊണ്ട് ഒരു കാര്യമില്ല. ഇത് ഇത്ര തന്നെ വളരാൻ അനുവദിക്കാൻ പാടുള്ളൂ നമ്മൾ. പിന്നെ ഇവിടെ ഈ ചൊയ്മൊക്കെ മരത്ത് നമ്മൾ പിന്നെ കോവക്ക കയറ്റി വിട്ടിട്ടുണ്ട് കേട്ടോ. കോവക്ക അവിടെയൊക്കെ പടർന്ന് നല്ല പന്തലിച്ച് ഉണ്ടാവുന്നുണ്ട്. പക്ഷേ
കായകളൊന്നും കാണുന്നില്ല. അതിൻ്റെ മുകളിൽ കോവക്കയാണ്. ആദ്യമൊക്കെ തന്നെ നമ്മൾ ഈ ഫാഷൻ ഫ്രൂട്ടിൻ്റെ വള്ളിയും പടർത്തി വെച്ചിട്ടുണ്ട്. പിന്നെ അവിടെ ഉണ്ടക്കിഴങ്ങ് കണ്ട മധുരക്കിഴങ്ങ് അത് പറിക്കാനാവണുള്ളൂ. അതിങ്ങനെ പടർന്ന് അങ്ങനെ പോവാണ്. ഇത് മിറാക്കിൾ ഫ്രൂട്ടിൻ്റെ തൈയാണ് കേട്ടത്. പിന്നെ കായ ഉണ്ടായിരുന്നു. ഇപ്പോൾ പ്രാവശ്യം കായ ഉണ്ടാവുമെന്ന് കരുതണം. അത് കഴിഞ്ഞ പ്രാവശ്യം കായ ഉണ്ടായിരുന്നതാണ്. പിന്നെ ഇവിടെ മുളകുണ്ട്, വലിയ മുളക്, വറ്റൽ മുളകിൻ്റെ തൈ കേട്ടോ. ഇവിടെ കണ്ടില്ല, ഇവിടെ ഇത് ചായ മനസ്സട്ടോ. നമ്മളിതുവരെ അതിൻ്റെ വേര് നുള്ളിയിട്ട് ലേല നുള്ളിയിട്ടൊന്നുമില്ല. ഒരു ചീരവർഗത്തിൽ പെട്ടതാണ്. നമ്മൾ പയറുണ്ടാക്കണ മാതിരിയാണ് നമ്മൾ ഉണ്ടാക്കേണ്ടത് കേട്ടോ. അത് ഒരു ചായ മനസ്സ് അതിൻ്റെ ഇലകൾ നുള്ളിയിട്ട് നമ്മൾ ഒന്ന് വാട്ടിയിട്ട് അതിൻ്റെ നീര് പിഴിഞ്ഞ് കളഞ്ഞ് കട്ട് ചെയ്തിട്ട് ആണ് ഈ പയറിൻ്റെ ഇലയൊക്കെ ഉണ്ടാക്കില്ലേ, അതുപോലെയാണ് നമ്മളിത് ഉണ്ടാക്കേണ്ടത്. അതുകൊണ്ട് ഇതൊക്കെ ഈ കുരുമുളക് പെട്ടെന്ന് പിടിച്ച് വലുതായിട്ടുണ്ട്. നമ്മളിപ്പോൾ ഇട്ടിട്ട് ഒരു 3 മാസമായിട്ടുള്ളൂ കേട്ടോ. ഈ കുരുമുളക് കണ്ടോ, ഇത് അടിയിൽ നിന്ന് തന്നെ നല്ല തൈകളായിട്ട് ഉണ്ടാവുന്നുണ്ട്. ഇന്നവിടെ ഇഞ്ചി ഉണ്ട്. ഇഞ്ചി ഞാനിതിൻ്റെ മുൻപിൽ കാണിച്ചതാണ് കേട്ടോ. ഇഞ്ചി ഉണ്ട്. ഇന്നിവിടെ കർമ്മത്തി ഉണ്ടായിട്ടുണ്ട്, പപ്പായ. നമ്മളിവിടെയൊക്കെ കർമ്മത്തി എന്നാണ് പറയുക. ഇതിനും കുഴപ്പമൊന്നുമില്ല. ആദ്യമുള്ള ഇങ്ങനെ ഒരു കേട് വന്നിരുന്നു. ഈ കേട് വന്നാൽ പിന്നെ ആ മരം നശിച്ച് പോകണ്ട. ഞാനിതിനൊരു മരുന്ന്, കീടനാശിനി നമ്മൾ തന്നെ വീട്ടിൽ നമ്മൾ ഈ ലിക്വിഡ് ഉണ്ടല്ലോ, വാഷിംഗ് മെഷീനിൽ വയ്ക്കണം. ആ ലിക്വിഡ്, സോപ്പ് ലിക്വിഡും പിന്നെ അതിൽ കുറച്ച് പുകയിലയും കുറച്ച് ഉപ്പും ചേർത്ത് കലക്കിയിട്ട് പുകയില ആദ്യം നമ്മൾ ഇതിൻ്റെ വെള്ളം എടുക്കണം കേട്ടോ. അത് വെള്ളത്തിലിട്ട് വെച്ചാൽ ആ വെള്ളം കൂടി അത് അടിച്ച് കൊടുത്തിട്ട് പിന്നെ അതിൻ്റെ ആ കേടുകൾ പറ്റ പോയിട്ട് ഇവിടുന്ന് കേടുകൾ കണ്ടാൽ മനസ്സിലാവും. ഈ കായ ഉണ്ടാവുന്ന ഇവിടുന്ന് മറ്റേ കായ വരെ കേടായിരുന്നു. അപ്പോൾ അവിടെ ഒന്നും കായ പിടിച്ചില്ല. പിന്നെ നമ്മൾ ആ മരുന്ന് പ്രയോഗിച്ചുകൊണ്ടാണ് ഇപ്പോൾ എല്ലാ ഇതിലും കായ ഉണ്ടാകുന്നുണ്ട് കേട്ടോ. എല്ലാ കമ്പിലും കായ ഉണ്ടാകുന്നുണ്ട്. ഇതുണ്ടോ, ഒരു പൂച്ചൻ്റെ കുട്ടിയാണ് കേട്ടോ. പൂച്ചൻ്റെ കുട്ടി. പിന്നെ ഈ പൂച്ചക്ക് 3 കുട്ടികളുണ്ടായിരുന്നു. അത് കാണുന്നില്ല. അതിനെ കൊന്നു തോന്നുന്നു. ഇപ്പം നമ്മൾ നിന്നൊക്കെ പോയിട്ടുണ്ട്. മറ്റേ ആ കുട്ടികളായിട്ട് ഇങ്ങനെ വന്നിരുന്നു. അത് ഇപ്പോൾ കാണുന്നില്ല. അതായത് വേറെ പൂച്ചകൾ തമ്മിൽ കടിച്ച് കൊന്നതാണെന്ന് തോന്നുന്നത്. പിന്നെ ഇവിടെ ഏലത്തിന് നമ്മൾ മണ്ണിട്ട് കൊടുത്തിട്ടോ. ഒരാൾ വന്നപ്പോൾ നമുക്ക് മണ്ണിടൽ നിർത്തിയിട്ട് പോയി. പിന്നെ ഇനി കുറച്ചുകൂടി ഇത് മണ്ണ് ഇടാണ്ട്. ആ സൈഡിലേക്കൊന്നും മണ്ണിട്ടിട്ടില്ല. അവിടെയൊക്കെ മണ്ണ് ഫില്ലാക്കി കൊടുക്കേണ്ടതുണ്ട്. ആ ഭാഗത്തേക്കൊക്കെ മണ്ണിടണം. അതിനെ കായ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ഇതുണ്ട് ആ ഭാഗത്ത്. ഇതിന് കായൊക്കെ ഉണ്ടാവുന്നുണ്ട്. ഇത് നമ്മളവിടെ അത് മലപ്പുറം ജില്ലയിൽ ഉണ്ടാകുന്നുണ്ടെന്നതിനൊരു ഉദാഹരണമാണ് ഈ ഏലത്തൈ കേട്ടോ. ഏലം നല്ല ഉഷാറായിട്ട് ഇത് കണ്ടില്ലേ, നല്ല തൈകൾ, കടകളൊക്കെ നല്ല പുതിയ തൈകൾ ഉണ്ടാവുന്നുണ്ട് കേട്ടോ. ഒക്കെ അങ്ങനെ നല്ല ഉഷാറായിട്ട് ഉണ്ടാവുന്നുണ്ട്. നമ്മളിതിന് നല്ല വളമൊക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ യൂട്യൂബിലൊക്കെ നോക്കിയിട്ട് എന്തൊക്കെയാണ് വളം ചെയ്യുന്നത്, അതുപോലെ തന്നെ നമ്മളിതിന് വളം ചെയ്ത് കൊടുക്കണം കേട്ടോ. അതുകൊണ്ടാണ് ഇത്ര ഉഷാറായിട്ടുണ്ടാവുന്നത്. ഇത് കഞ്ഞിക്കൂർക്കയാണ് കേട്ടോ. ഇത് ഒരു ഔഷധ ചെടിയാണ്. ഇതിൻ്റെ ഈ ഇല ഉണ്ടല്ലോ, ഈ ഇല തിരുമ്പി പിഴിഞ്ഞ് അതിൻ്റെ നീര് കുട്ടികൾക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ കുട്ടികൾക്ക് പനി, കഫക്കെട്ട് അങ്ങനത്തെ അസുഖങ്ങളൊക്കെ മാറിക്കിട്ടും കേട്ടോ. പിന്നെ ഇതിങ്ങനെ നമ്മൾ ഈ പക്കവടയൊക്കെ ഉണ്ടാക്കുന്ന അതിലുള്ള ആ മാവ് കൂട്ടിയിട്ട് ഇത് പൊരിച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ഇങ്ങനെ ഇത് മുക്കുക, പൊരിക്കുക, നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇത് തന്നെ കഴിക്കാൻ ജലദോഷം, ചുമ, തുമ്മൽ, അലർജി രോഗങ്ങൾക്കൊക്കെ പറ്റിയൊരു മരുന്നാണ് ഈ കഞ്ഞിക്കൂർക്ക പറഞ്ഞ സാധനം. പിന്നെ ഇവിടെ മത്തനുണ്ട് കേട്ടോ. മത്തന്, പയർ, വഴുതനങ്ങ ഒക്കെ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. നമ്മളെ വീട്ടിലുള്ള ആവശ്യത്തിനുള്ള ഏകദേശം പച്ചക്കറികളൊക്കെ നമ്മളിവിടെ ഉണ്ടാക്കുകയാണ് പതിവ് കേട്ടോ. ഇപ്പോൾ നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ട്. കയ്പക്ക ഉണ്ട്, വഴുതനങ്ങ കായ്ക്കുന്നുണ്ട്, വെണ്ടക്ക ഉണ്ട്, തക്കാളി ഉണ്ട്. ഏകദേശം അത്യാവശ്യം പച്ചക്കറികളൊക്കെ നമ്മൾ ഇവിടെ തന്നെ ഉണ്ടാക്കുന്നത്.
What? What? ഇത് നമ്മൾ പിന്നെ ഒരു വലിയ ചട്ടിയിൽ വെക്കണം എന്നാണ് കരുതിയിട്ടുള്ളത് കേട്ടോ. ഇത് നമ്മൾ വലിയ ചട്ടിയിൽ വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആ വളർച്ച കിട്ടുള്ളൂ. അല്ലെങ്കിൽ അതങ്ങനെ പിന്നെ ചെറിയൊരു ഇതായിട്ട് അങ്ങനെ വളർന്ന് പോകാനുണ്ടാവുക. അപ്പോൾ നമ്മളത് വലിയൊരു ചട്ടിയേക്ക് മാറ്റാൻ തീരുമാനിച്ചിട്ടുണ്ട്. പിന്നെ അഗ്ലോണിമൊക്കെ ഇവിടെ വലിയ ചട്ടിയേക്ക് വെക്കണം കേട്ടോ, അല്ലെങ്കിൽ അങ്ങനെ വളർച്ച മുരടിച്ച് പോകും. ഇവിടെ നമ്മൾ പിന്നെ ഇത് കണ്ട ഈ ചെറിയൊരു ചട്ടിയിലാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇത് നല്ല വിലപിടിപ്പുള്ള ചെടിയാണ് കേട്ടോ. മാർക്കറ്റിൽ 1000 രൂപേൻ്റെ മേലെ ഇതിന് റേറ്റ് ഉണ്ട്. നമ്മൾ പെട്ടെന്ന് പിന്നെ അതിൻ്റെ കമ്പ് എടുത്തുകൊണ്ട് വളർത്തിയെടുക്കാൻ പറ്റിയൊരു ചെടിയും കൂടിയാണ്. ഇതെന്ന് നമ്മൾ ഓർക്കേണ്ടതുണ്ട്. പിന്നെ ഇത് അഗ്ലോണിമ അല്ല, പിന്നെ എന്താ പേര് വിട്ടുപോയി, ബിഗോണിയ. ബിഗോണിയ കേട്ടോ. ബിഗോണിയ ഇവിടെ പിന്നെ ഇത് ബിഗോണിയ നമ്മളടുത്ത് പല കളറും ഉണ്ട്. പക്ഷേ അതിൽ വേറൊരു പിന്നെ ഡിഫറെൻറ്റ് കളറായിട്ടുള്ള ഇതാണ്. പിന്നെ അവിടെ ഇങ്ങനെ ചേമ്പൊക്കെ പിന്നെ ഇത് വളർന്ന് വരുന്നുണ്ട്. പിന്നെ നല്ല ഇതൊക്കെ ഇത് നമ്മൾ അധികം വെയിൽ കൊള്ളാൻ പാടില്ലാത്ത ചെടികൾ മാത്രമാണ് ഇവിടെ വെക്കുന്നത് കേട്ടോ. പിന്നെ നമ്മൾ പിന്നെ ഈ ചെറിയ പ്ലാന്റുകളൊക്കെ മുറിച്ച് കട്ടിങ്ങൊക്കെ പിന്നെ വളർത്തിയെടുക്കാൻ വേര് പിടിപ്പിക്കാനോ വെക്കുന്ന തൈകൾ മാത്രമേ ഈ ഭാഗത്ത് നമ്മൾ വെക്കുള്ളൂ. പിന്നെ തീരെ വെയിൽ കൊള്ളാൻ പാടില്ലാത്ത ചെടികൾ നമ്മൾ ഈ ഭാഗത്ത് വെക്കണം. ഇപ്പോൾ പുതിയതായിട്ട് നമ്മൾ വേര് പിടിപ്പിച്ച അഗ്ലോണിമയാണ് കേട്ടത്. ഇത് കണ്ടില്ലേ, ഇത് ഒരു വയലറ്റ് കളറാണ്. നമ്മൾ പിന്നെ ഈ ഓരോ കട്ടിങ് നമ്മൾ വെക്കുമ്പോൾ അത് പിന്നെ ഉണ്ടാവുന്ന വേറൊരു ഡിഫറെൻറ്റ് കളറായിട്ടാണ് കേട്ടോ. നമ്മൾ കുറച്ചുകൂടി കടും ചുവപ്പുള്ളൊരു കളറായിരുന്നു. ഇപ്പോൾ അത് റോസ് കളറായിട്ട്. ഇനി വെയിൽ കൊണ്ടിട്ടുണ്ടെങ്കിൽ എങ്ങനെ ആവുന്ന സ്ഥിതി നമുക്ക് അറിയില്ല. ഇത് കണ്ട, ഇതൊക്കെ നമ്മൾ ചെറിയൊരു പിന്നെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഡബ്ബയിൽ പിന്നെ വെള്ളത്തിൻ്റെ രീതിയിലാണ് ഇത് നട്ടിട്ടുള്ളത്. ഇത് കണ്ടില്ലേ, ഇതൊക്കെ നമുക്ക് പെട്ടെന്ന് വളർത്തിയെടുക്കാൻ പറ്റിയൊരു ചെടിയാണ് കേട്ടോ ഈ അഗ്ലോണിമ. പക്ഷേ അത് മാർക്കറ്റിൽ ഭയങ്കര വിലയാണ്. 250, 300, 500, 1000 ഒക്കെ വില ഉള്ള അഗ്ലോണിമകളുണ്ട് കേട്ടോ. നമ്മൾ ചെറിയ പിന്നെ തൈകൾ കൊടുത്തിട്ട് നമുക്ക് തന്നെ അത് വീട്ടിൽ പിന്നെ വളർത്തിയെടുക്കാൻ പറ്റിയൊരു ചെടിയാണ്. അത്ര ഒരു കോംപ്ലിക്കേറ്റ് ആയിട്ടുള്ളൊരു പിന്നെ ചെടിയൊന്നുമല്ല, ഉണ്ടാകാൻ ബുദ്ധിമുട്ടുള്ള ചെടിയൊന്നുമല്ല. അതൊക്കെ നമുക്ക് അഗ്ലോണിമ എത്രയും പെട്ടെന്ന് നമുക്ക് ഒരുപാട് തൈകൾ ഒന്നിമൊന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയതാണ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ, ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങൾ വിലപ്പെട്ട കമൻറ്റുകൾ എൻ്റെ അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് രൂപത്തിൽ എന്നെ അറിയിക്കുക. നമുക്ക് വീഡിയോയിൽ മാറ്റം തിരുത്തണോ ഒക്കെ അപ്പോൾ നിങ്ങൾ കമൻറ്റ് രൂപത്തിൽ ഇല്ല കമൻറ്റുകൾക്ക് പിന്നെ അപ്പോൾ അതുപോലെ നമ്മൾ വീഡിയോ പിന്നെ പബ്ലിഷ് ചെയ്യാൻ നോക്കാം കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാ ഓരോരുത്തരും വിലപ്പെട്ട അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് രൂപത്തിൽ അറിയിക്കുക. പിന്നെ അപ്പോൾ ഇതിന് കൂടുതലായിട്ടൊന്നും പറയാനില്ല. അടുത്തൊരു പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ നിങ്ങൾക്ക് എല്ലാവർക്കും നമസ്കാരം.